എന്റെ പുറകിൽ പട്ടുസാരി മുടുത്തു നിൽക്കുന്ന ഈ മുതലിനെ നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്ക് പലവർക്കും അറിയാം. പട്ടുസാരി മാത്രമേ ഉള്ളൂ. അതിൻ്റെ വായി എന്ന് പറയുന്നത് നാറവായാണ്. നാറവായി പ്ലസ് ചാണകവായി. ഇത് പറഞ്ഞിട്ടുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പലവരും കേട്ടിട്ടുണ്ടാവും. എങ്കിൽ കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി ഞാനത് പ്ലേ ചെയ്യുകയാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അയാൾ നരകിച്ച് തന്നെ മരിക്കുള്ളൂ. കോടിയേരി ബാലകൃഷ്ണൻ നരകിച്ച് മരിച്ച പോലെ തന്നെ പിണറായി നരകിച്ച് തന്നെ മരിക്കും. ഇതുപോലൊരു ദണ്ഡിത്തരം പറഞ്ഞ ഈ ചാണകത്തിനെ എന്തു പേരിട്ട് വിശേഷിപ്പിക്കാമെന്നുള്ളത് ഒരു അക്ഷരം പോലും തെറ്റാതെ സ്വാമിജി തന്നെ അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇവിടെ തേവിടിച്ചി എന്നല്ലാതെ വേറൊരു പേരിട്ട് വിളിക്കാൻ കഴിയില്ല. കാരണം പിണറായി വിജയൻ നാട് ഭരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ വേണ്ടി പറഞ്ഞു ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് നമ്മൾ ചിലപ്പോൾ മൂത്തോക്കി പറയും താൻ ബുദ്ധിയാവുള്ളൂ എന്നൊക്കെ നമ്മൾ പറയും. ഒരു നാട്ടുഭാഷ പറഞ്ഞു. പക്ഷേ മരിച്ചുപോയ ഒരാളെ അദ്ദേഹത്തെ പോലെ അദ്ദേഹം പുഴുത്താണോടി ചത്തത് തേവിടിച്ചി. അദ്ദേഹം പുഴുത്താണോടി ചത്തത് തേവിടിച്ചി. 13-14 ദിവസം ആശുപത്രിയിൽ കിടന്നിട്ടുള്ളൂ. അടിച്ചങ്ങ് അണ്ണാക്കിലേക്ക് കെട്ടിക്കൊടുത്തല്ലോ സ്വാമിയെ. ഇതിലും നല്ലൊരു മറുപടി ഇനി ഈ സംഘിനിക്ക് സ്വപ്നങ്ങളിൽ മാത്രമേ കിട്ടാനുള്ളൂ. എൻ്റെ പൊന്നാര സംഘിനിയെ, നിന്റെ ഈ സംഘിക്കൂട്ടങ്ങള് ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന തെണ്ടിത്തരത്തിനെ കുറിച്ചും തന്തയില്ലായ്മത്തരത്തിനെ കുറിച്ചും നിനക്ക് വല്ലതും അറിയാവോ സംഘിനിയെ? ഓടുന്ന ട്രെയിനിൽ ജീവനുള്ള മനുഷ്യരെ പച്ചയ്ക്ക് കത്തിച്ചവരാണ് നിന്റെ ഈ സംഘിക്കൂട്ടങ്ങളെ. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നവരാണ് നിന്റെ ഈ സംഘിക്കൂട്ടങ്ങളെ. എന്തിനേറെ പറയുന്നു, ഒരു മുസ്ലിം പെൺകുട്ടിയെ 6 വയസ്സായ ഒരു മുസ്ലിം പെൺകുട്ടിയെ അമ്പലത്തിനകത്ത് വെച്ച് 6 ദിവസം പീഡിപ്പിച്ചു കൊന്നവരാണ് നിന്റെ ഈ സംഘിക്കൂട്ടങ്ങളെ. അപ്പൊ എങ്ങനെ ഈ സംഘിക്കൂട്ടങ്ങൾ ചത്തതിന് ശേഷം പുഴുവരിക്കോ അതോ പുഴുവരിച്ചു കൊണ്ട് ചാകുവോ? സംഘിനിയെ പറ ഉത്തരവുണ്ടാവില്ല. സംഘിനിയുടെ ഉദ്ദേശം അതൊന്നുമല്ല. ഒന്ന് വൈറലാകണം. സാഗയിൽ പോയ വയറ്റിലാകുകയുള്ളൂ, വൈറലാകില്ല എന്ന് തിരിച്ചറിഞ്ഞ സംഘിനി പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും പരമാവധി തരം താഴ്ത്തിക്കൊണ്ട് സംഘികളെ പരമാവധി സുഖിപ്പിച്ചുകൊണ്ട് സാഗിയിൽ പോകാതെ വയറ്റിലാകാതെ സംഘികളെ വെച്ചുകൊണ്ട് സംഘിനി ചേച്ചി വൈറലായി. അതാണ് സത്യം.